ഞാൻ ദേശാഭിമാനിയിൽ വന്ന SFIയുടെ ഒരു പ്രസ്താവന വായിക്കാം. അപ്പോൾ മറ്റു മാധ്യമങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന വളച്ചൊടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടേണ്ടി വരുമല്ലോ. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണം ചെറുക്കണമെന്ന് SFI സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. 2014 BJP അധികാരത്തിൽ വന്നത് മുതൽ വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെയും ഗവേഷണം ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ചും കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇരുണ്ട യുഗത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. NEP NCERT പരിഷ്കാരങ്ങൾ ഇതിനുള്ള നീക്കമാണ് എന്നുള്ളതൊക്കെയാണ് SFI തിരിച്ചറിയുന്നത്. ഇപ്പോൾ ASF അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ടില്ല. SFIക്ക് അങ്ങനെ ഒരു നിലപാട് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ മാറ്റുമ്പോൾ SFIയിൽ നിന്നും അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതോ SFIയെ കണക്കിലെടുക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ ഈ നീക്കവുമായി മുന്നോട്ട് പോകുമോ? ASFിൻ്റെ ആൾ പറഞ്ഞതുപോലെ, സംസ്ഥാന സെക്രട്ടറി ജോബിൻ ജേക്കബ് പറഞ്ഞതുപോലെ, അതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ ഓരോ വിദ്യാർത്ഥി സംഘടനകളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇനിയും ചർച്ചകളുണ്ടാകും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമവായത്തിലൂടെ മാത്രമേ നടപ്പിലാക്കൂ. ഇത് വൺ സൈഡറായിട്ട് ഇതൊരു ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ, ഒരു ജനാധിപത്യ സർക്കാരല്ലേ. ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും, വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും, അധ്യാപക സംഘടനയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നടപ്പിലാക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഫോർ ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്ന് പറയുന്ന കണക്കോലെ, എന്തിന് നമ്മൾ ഈ ഫണ്ട് എന്തിനാണ് കുട്ടികൾക്ക് നിഷേധിക്കുന്നത്? എന്തിന്റെ കാര്യം പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഫണ്ട് നിഷേധിക്കുന്നതിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ല. അതുപോലെ തന്നെ ഈ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ജയരാജ്, ഇത്രയും വർഷം അത് നിഷേധിച്ചതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്കിത് പഠിക്കണ്ടേ? NEPയുടെ എന്താണ് അതിൻ്റെ കാണാച്ചേരൽ? നമ്മളിപ്പോൾ ഗാട്ട് കരാറിൽ ഒപ്പിട്ട പോലെ, ആസിയാൻ കരാറിൽ ഒപ്പിട്ട പോലെ, മറ്റ് വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ കണ്ണുടച്ച് ഒപ്പിട്ടൊന്നും അല്ലല്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം. മുമ്പ് ചെയ്തിട്ടുള്ള അതിൻ്റെ പാതകങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ആസിയൻ കരാറിലൊക്കെ ഒപ്പിട്ടതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ വിലക്കയറ്റം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മാറുന്ന ലോക സാഹചര്യം, അതിനനുസരിച്ച് നവലിബറൽ പോളിസികൾ വരുന്നു. അതിനനുസരിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഇറക്കുന്നെന്നാണ് പറയുന്നത്. കേരളത്തിൽ അമ്പാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കുട്ടികളുടെ ഭാവി ഇല്ലാതായി. എഞ്ചിനീയർമാരുടെ വിലയില്ലാതെ ബാങ്കിലും മറ്റ് സ്ഥലങ്ങളിലും കുട്ടികൾ ജോലിക്ക് കൊണ്ടുന്ന സ്ഥിതിയുണ്ടായി. അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ യാതൊരു ലൈസൻസും ഇല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജുകൾ കോൺഗ്രസ് ഭരണകാലത്ത് സ്ഥാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടായത്? ഇവിടുത്തെ എഞ്ചിനീയറിംഗിൻ്റെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുകയും പലതും IT കമ്പനികളുടെ ഈ ഗ്ലോറിഫൈഡ് ക്ലർക്ക് പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സീറ്റുകളുടെ വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഈ ഫിനിഷ്ഡ്, അതായത് മാർക്കറ്റിന് വേണ്ടുന്ന കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നത് ഒട്ടും ശരിയല്ല. കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു മാതൃകയുണ്ട്. നേരത്തെ ഈ പറഞ്ഞ കണക്കോലെ സ്കിൽ ബേസ്ഡ് ആണെങ്കിലും സ്കിൽ ഡെവലപ്ഡ് ആണെങ്കിലും പുതിയ ഈ പേരുകൾ മാത്രം മാറ്റുന്നതല്ല. ശങ്കുട്ടി ദാസ് പറഞ്ഞ കണക്കോലെ ഇതിൻ്റെ പേര് മാറ്റുന്നോ അല്ലെങ്കിൽ ഈ +2 എന്നൊക്കെയുള്ള 8+2+2 എന്നൊക്കെ പറയുന്നുള്ള കണക്കുകൾ മാത്രമല്ല ഇതിനകത്തുള്ള വിഷയം. ഇതിനകത്ത് എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? ഇങ്ങനെ കാലികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് മാർക്കറ്റ് എക്കണോമിക്. അങ്ങ് പറഞ്ഞതിന്റെ ഒരു അത് ഞാൻ എടുക്കുന്നു, അതിനുള്ളിൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആശയത്തെ ഞാൻ എടുക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആശയപരമായിട്ടല്ലേ അതിനെ വിശദീകരിക്കേണ്ടത്? ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആശയമല്ല അവിടെ നിഴലിച്ചു നിൽക്കുന്നത്. അത് ഫണ്ട് നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഫണ്ട് എങ്ങനെ ചെലവാക്കിയെന്നല്ല നമ്മൾ പഠിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ അതെങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഇത്രയധികം സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ലാത്ത ഭയം ഒരു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവില്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ഇനി നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്ര കാലം നിഷേധിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ മുഴച്ചു നിൽക്കും. അത് രാഷ്ട്രീയമായിരുന്നു എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു ഭയം നമുക്കുണ്ടായതിൻ്റെ കാരണം ഇവിടെ ഒരു ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വലതുപക്ഷ സർക്കാരായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ കണക്കൊരു ഒരു കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ യാതൊരു സംശയമില്ല, ഹിമാചൽ പ്രദേശിൽ ഒപ്പിട്ട പോലെ, കർണാടകയിൽ ഒപ്പിട്ട പോലെ, ശങ്കുട്ടി ദിവസ് പറഞ്ഞ കണക്കോലെ, ആന്ധ്രാപ്രദേശിൽ ഒപ്പിട്ട കണക്കോലെ അവർ കണ്ണടച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഒപ്പിടുകയും മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ റൂൾ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഒപ്പിടുകയും കേരളത്തിൽ മാത്രം വരുമ്പോഴത്തേക്ക് എതിർക്കുകയും സംശയദൃഷ്ടിയോടെ കാണുകയും ചെയ്യും. എന്നിട്ട് പറയും ഇവിടെ BJPയും CPM ഹാൻഡ് ആൻഡ് ഗ്ലൗ ആണെന്ന് പറയും. ശരിക്കും ഹാൻഡ് ആൻഡ് ഗ്ലൗ ആരാണ്? ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് നടക്കുന്നത് കോൺഗ്രസും BJPയുമാണ്.
എന്നിട്ടാണ് അവർ ഈ ആരോപണം സ്ഥിരമായിട്ട് മുട്ടിന് ഈ ആരോപണം സംഘപരിവാറിനെതിരെ സംസ്ഥാനങ്ങളിൽ PMC നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പഠനം ഇപ്പോൾ നടത്തിയിട്ടുണ്ടല്ലോ? നമ്മൾ മറ്റു മേഖലകളൊക്കെ ആണെങ്കിൽ ഗുജറാത്തിലും UP-യിലും ഒക്കെ പോയി പഠിക്കാറുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും പഠനമോ എന്തെങ്കിലും സംഘത്തിന്റെ യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഫണ്ട് എന്നുള്ളൊരു കാര്യത്തിനപ്പുറത്ത് PMC പദ്ധതി മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെ ആധികാരികമായി നടപ്പിലാക്കി, അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ അതെങ്ങനെ സ്വാധീനിച്ചു, എന്ത് ഗുണഫലം ഉണ്ടായെന്നത് സംബന്ധിച്ച സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഹോംവർക്കോ പഠനമോ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എത്രയോ തവണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശില്പശാലകളും മറ്റും നടത്തുകയും അതിനകത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുകയും ചർച്ചാവേദികൾ സംഘടിപ്പിക്കുകയും. അല്ല, ഞാൻ പറഞ്ഞത് ഹയർ സെക്കൻഡറിയും NEP നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണല്ലോ. ഹയർ സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഭാഗമാണല്ലോ. ഇത് തുടർച്ച ഇങ്ങനെ താഴെ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കല്ലേ, ഒരു വർഷം കൂടെ FIUGP നമ്മൾ നടപ്പിലാക്കി. നമ്മളുടേതായ കണ്ടീഷനിൽ നമ്മളുടേതായ പരിമിതമായിട്ടുള്ള നമ്മൾ ഇവിടെ ആഭ്യന്തര ശില്പശാല നടത്തി മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെ പ്രതിഫലിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഘടകം തിരിഞ്ഞു വീടരുതേ. അപ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെ നടപ്പിലായി എന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും വർഷം എടുത്തത് എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചോ? ആധികാരികമായി എന്തെങ്കിലും ഒരു ജേർണലുണ്ടോ? എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മുടെ സംഘം യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ വിദ്യാഭ്യാസ വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൂടിയാലോചന നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എക്സ്പേർട്ടുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു, അവരുമായിട്ട് ചർച്ച നടത്തി. മറ്റ് രാജ്യത്തെ മറ്റ് പല വിദ്യാഭ്യാസ വിചക്ഷണറുമായിട്ട് ഡേ ടു ഡേ ആയിട്ട് ചർച്ചകൾ നടത്തുകയും അതിന്റെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അത് അങ്ങനെ നയപരമായി വിശദീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നതിന് പണം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകും. നമ്മൾ ഇത്ര പഠനം നടത്തിയെന്ന കാര്യം ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വിഷയത്തിന്റെ ചർച്ചയല്ലല്ലോ ഇന്ന് ചെയ്തത്. ഇന്ന് വളരെ പ്രസക്തമായ കാര്യങ്ങൾ വളരെ പരിമിതമായ വരികളിൽ പത്രക്കാർ, അതായത് ഒരു മണിക്കൂർ ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത്, എങ്ങനെയാണ് ഏതെല്ലാം വിദ്യാഭ്യാസ വിചക്ഷണരെ നമ്മൾ സമീപിച്ചിരുന്നു, എന്തെല്ലാം പ്ലാനിംഗ് ബോർഡിലെ അംഗങ്ങളെ കൊണ്ടുവന്നിരുന്നു, അവരുമായിട്ട് എന്തെല്ലാം ചർച്ചയുണ്ടായി, ആ ചർച്ചയുടെ അജണ്ട എന്താണ്, പറയാൻ കഴിയില്ല. സ്വാഭാവികമായും നാളെ വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിശദമായ ചർച്ച നടത്തി എന്ന് പറയുകയുമാകാം. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യവുമല്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ PMC പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഫണ്ട് എന്നൊരു കാര്യം മാത്രമാണ്. അല്ലാതെ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അതിന് സമാന്തരമായി അങ്ങോട്ടുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, മറ്റു പലതും ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ നാളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. പക്ഷെ കാരണം പറയുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഫണ്ട് എന്നൊരൊറ്റ ഉത്തരം മാത്രമാണ് ഇന്ന് ആധികാരികമായി കിട്ടിയത്.